അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കലാരാജുവിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം കലാരാജു പോലീസ് സ്റ്റേഷൻ വന്നതിന് ശേഷം ആദ്യം പത്രക്കാരോട് വന്നൊരു കാര്യമുണ്ട്. അതിലെന്താ പറഞ്ഞത്? അതിൽ ഈ പി ബി രതീഷിൻ്റെ പേര് പറഞ്ഞു, LC സെക്രട്ടറി ഫെബീഷിൻ്റെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം പേരാണ്. ബാക്കിയുള്ളതെല്ലാം ശരിക്കും ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇവരെ പ്ലാൻ ചെയ്തിരിക്കുക, ഇവരെ തലയിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആ പേരുകളെല്ലാം പിന്നെ ആവർത്തിച്ച് തന്നെയാണ്. ഈ അവിടുത്തെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ ആൾ ഒരു വനിതയാണ്. ഈ വിജയ ശിവൻ എന്ന് പറഞ്ഞ വിജയ വനിതയാണ്. അപ്പോൾ അവരുടെ എല്ലാം പേര് പറഞ്ഞാൽ പിന്നെ കേസിൽ ആരുണ്ടാക്കുന്നത് വക്കീൽമാർക്ക് വലിയ ക്ഷാമമുള്ള കാര്യമാണ് ഒരു കേസുണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് അവർക്ക് ആർക്കാണ് കോൺഗ്രസിൻ്റെ UDF-ന് ആരെല്ലാം കേസിൽ പ്രതിയാക്കണം അവിടെ എല്ലാം പേര് വരും. അധികം കഴിഞ്ഞ് പറയുന്നില്ല. അതല്ലേ നമുക്ക് ഉത്കണ്ഠയില്ലാത്തത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ഉള്ള സമയത്ത് എന്തുകൊണ്ടാണ് ഈ കാലുമാറ്റത്തിന് വേണ്ടി കൂട്ടുനിന്നുള്ള സംഭവം ഉണ്ടായതിനു ശേഷം എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലല്ലോ? ഞങ്ങൾ ഉത്കണ്ഠപ്പെടാനും പോയിട്ടില്ല. ഉത്കണ്ഠപ്പെടാൻ പോകത്തിൻ്റെ കാര്യം എന്താ? അത് പോലീസ് ഇനി അന്വേഷിച്ചോളൂ. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വിജയശിവൻ്റെ നിങ്ങൾക്ക് ഞാൻ അന്ന് രാത്രിയാണ് കുത്താളത്ത് ചെല്ലുന്നത്. അത് എന്തിനാണെന്നറിയോ? വിജയശിവനും 2 കൗൺസിലർമാരെ തല്ലി ചവിട്ടി കിടത്തിയിരിക്കുക ഹോസ്പിറ്റലിൽ. നെഞ്ചത്താ ചവിട്ടിയേക്കണത്. ഞാൻ പറഞ്ഞ പോലീസുകാരോട് നിങ്ങൾ വിവരം പറയാൻ പറഞ്ഞു. എന്നാ പോലീസ് എന്നത്? പോലീസ് പക്ഷം പിടിച്ചെന്നല്ല വേണ്ടത്. പോലീസ് ഈ കാര്യത്തിൽ അവരെ അരിക്കാക്കിയിട്ട് വേണം ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ പറഞ്ഞ കേസിൻ്റെ ഇത് ആര് തട്ടിക്കൊണ്ടുപോയതാണ്? അപ്പോൾ വസ്തുതയും ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ നിയമസഭയിൽ പ്രശ്നം ഉണ്ടാക്കുക, മറ്റ് തരത്തിലുള്ള വലിയ ഇതാക്കി മാറ്റുക, അതൊന്നും നടക്കാൻ പോണ കാര്യമില്ല. ഞങ്ങളിപ്പോൾ ഇന്നലെ അവിടെ പ്രകടനം നടത്തി. ഞങ്ങൾ ആ പ്രദേശത്തെ മുഴുവൻ വീടും കയറാൻ പോകുന്നുണ്ട്. ഈ മുനിസിപ്പാലിറ്റിക്ക് ആ വീട് കയറി പറയാൻ പോവുക. തോൽവിയും വിജയമൊന്നും അല്ല പ്രശ്നം. ഇത് സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം കൂതാരണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആ പെൺകുട്ടി, ആ സ്ത്രീ പറയാത്ത ആളുകളുടെ പേരുകളെല്ലാം ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറയാത്ത ആളുകളുടെ പേര് പറഞ്ഞ കഥകൾ ഇഷ്ടംപോലെ ചരിത്രത്തിലുണ്ടല്ലോ. അങ്ങനെയുള്ള പേരുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്തില്ല. അവരിപ്പോൾ കോൺഗ്രസ് കസ്റ്റഡിയിലാണ്. ആ കസ്റ്റഡി നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. അവരിനി കോൺഗ്രസ് രക്ഷിക്കുന്നതാണോ? രക്ഷിച്ചോട്ടെ, അത്രയേ ഉള്ളൂ. നാട്ടുകാർ നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഒരാളെ നിങ്ങൾ സംരക്ഷിച്ചില്ല എന്ന് പറയാൻ ഇടവരില്ല. ഞങ്ങൾ ഈ നാട്ടിൽ അങ്ങനെ നമ്മുടെ പാർട്ടിക്കകത്തുള്ള ഏത് മെമ്പറേയും സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അത് കലാരാജുവിൻ്റെ കാര്യത്തിലും ശരിയാണെന്നുള്ളതാണ് വസ്തുത. അങ്ങനെ അവർ വോട്ട് ചെയ്തിട്ടില്ലല്ലോ. അത് കോൺഗ്രസ്സുകാർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ പോകണില്ല. അവരിപ്പോൾ കൂറുമാറി വോട്ട് ചെയ്തിട്ടൊന്നുമില്ല. അവർ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്തിട്ടില്ല, യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ അവരുടെ പേരിൽ നടപടിയെടുക്കാൻ നമ്മൾ ആലോചിച്ചിട്ടില്ല. ഇനി വല്ലതും ഇപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ വെളിച്ചത്തിൽ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് എതിരായിട്ട് വസ്തുതയല്ലാത്ത ആക്ഷേപം ഉന്നയിച്ചതിൻ്റെ പേരിൽ പിന്നീട് ആലോചിക്കുക. അതൊന്നും ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ. അത് സാവകാശം നമുക്ക് പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങൾ. എന്നൊന്നും പറയാൻ പറ്റില്ല. പോലീസ് എന്താണെന്ന് വെച്ചാൽ പോലീസിനങ്ങനെ തോന്നിയിട്ടുണ്ടാവും. നിങ്ങളെന്താ അറിയുക, കേസെടുക്കുന്നത് എങ്ങനെയാണ്? കേസെടുക്കുന്നത് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു സ്ത്രീ കൊടുക്കുന്ന മൊഴി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ FIR വരുന്നത്. ആ FIR-ൽ എന്നെ അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, എന്നെ വലിച്ചു എൻ്റെ സാരി വലിച്ചു കീറി, എന്നെ ബലമായി വണ്ടിയിലേക്ക് എടുത്ത് എറിഞ്ഞു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസുകളുടെ സെക്ഷൻസ് ഉണ്ട്. അതെ അതെ അല്ല അത് പോലീസ് അന്വേഷിക്കിട്ടുണ്ട്. അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. നമുക്ക് ആ കാര്യത്തിൽ ഉൾക്കണ്ടയില്ല. നമ്മുടെ ആൾക്കാരെ 4 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പോലീസിനെ ആർക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് അറസ്റ്റ് ചെയ്യാം. രതീഷിനെ അറസ്റ്റ് ചെയ്യണേ അറസ്റ്റ് ചെയ്യാം. LC സെക്രട്ടറി വേണേൽ അറസ്റ്റ് ചെയ്യാം. ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അല്ല, അവർക്ക് അത് തെറ്റാന്ന് തോന്നി കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ.